പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളില്ലയോ, പള്ളിയുടെ പരിസരങ്ങളിൽ താമസിക്കുന്നതായ വിശ്വാസികളില്ലയോ, അവർക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ നിങ്ങൾ നിസ്കരിക്കുന്നത് പള്ളിയിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമൻ ജാറുൽ മസ്ജിദ് യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, പള്ളിയുടെ അയൽവാസി, പള്ളിയുടെ അയൽക്കാരൻ ആരാണ്, പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നവരെന്ന് തങ്ങൾ പറഞ്ഞല്ലോ, അത് ആരാണ് നബിയേ എന്ന് സഹാബത്ത് നബിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന യസ്മഊന അന്നിദാ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിന് വരൂ, നിസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നതായ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പള്ളിയുടെ അയൽവാസികളാണ്, നിങ്ങൾ പള്ളിയിൽ തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അയൽവാസി എന്ന് പറഞ്ഞാൽ ആരാ? ബാങ്ക് കേൾക്കുന്നവൻ. പള്ളിയുടെ ബാങ്ക് എവിടൊക്കെ കേൾക്കുന്നുണ്ടോ അവരൊക്കെ ആ പള്ളിയിൽ വന്ന് ജമാഅത്തിന് കൂടണം. ഇതാര് പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം. ചെറിയ കാര്യമല്ല. നിങ്ങൾ നടന്നു വരുന്ന വഴികളും ഓരോ ചൗരടിക്കും പ്രതിഫലമുണ്ട്. قال رسول الله صلى الله عليه وسلم بين رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞുവല്ലോ, من تطهر من بيته ثم خرج الى المصلى ليقضي فريضة من فرائض الله كانت خطواته يحداهما تحت خطايا. ആരെങ്കിലും വീട്ടിൽ നിന്ന് വധുവ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വരുന്നതായ മുസ്ലിമുണ്ടോ, മുഅ്മിനുണ്ടോ, അവൻ പള്ളിയിലേക്ക് നടക്കുന്ന ഒന്നാമത്തെ ചവിട്ട് വെക്കുമ്പോ, ഒന്നാമത്തെ കാൽപാദം വെക്കുമ്പോ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. അടുത്ത കാൽപാദം വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ അധ്യാപനമാണ് പഠിക്കണേ. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് വധുവ ചെയ്ത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് നടന്നുകൊണ്ട് ജമാഅത്തിന് പോകുന്ന ചെറുപ്പക്കാരില്ലയോ, മുസ്ലിം സഹോദര, പ്രിയപ്പെട്ട വാപ്പാ, പഠിച്ചു വെക്കണേ, നിനക്ക് ലഭിക്കുന്ന കൂലിയാണ്. ഒന്നാമത്തെ കാൽപാദം വെക്കുമ്പോ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. അടുത്ത ചവിട്ട് വെക്കുമ്പോ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള പദവി ഉയർത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. അല്ലാഹു കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ബനൂ സലമ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാർ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, പള്ളിയുടെ പരിസരത്ത്, മദീന പള്ളിയുടെ ചാരത്ത് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ താമസം എങ്ങോട്ട് മാറുക? പള്ളിയുടെ അടുത്തോട്ട് വരും. അപ്പൊ ബാങ്ക് വിളിച്ച വേഗം പള്ളി കയറാം. മറ്റേത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ബാങ്ക് കേട്ടിട്ട് അവിടുന്ന് നടന്ന് ഇവിടെ വരുമ്പോഴാണ് ജമാഅത്ത്. ചിലപ്പോ ജമാഅത്ത് പകുതിയാവും, ചിലപ്പോ നേരത്തെ ഇറങ്ങി നടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയാ, ഹദീസാണ് ഇത്. ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദി ഫഅറാദ ബനൂ സലമത അൻ യന്തഖിലൂ ഇലാ ഖുർബിൽ മസ്ജിദി
മദീന പള്ളിയുടെ ചാരത്ത് സ്ഥലം ഒഴിവായപ്പോ അവിടേക്ക് വീട് വെക്കാൻ ലക്ഷ്യം വെച്ചതായ ബനൂ സലമ ഗോത്രക്കാരെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, പാടില്ല പാടില്ല പാടില്ല, നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ താമസിക്കണേ. നിങ്ങളുടെ ഇപ്പോഴുള്ള വീട്ടിൽ തന്നെ നിങ്ങൾ താമസിക്കണേ. അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു ദറജ ഉയർത്തുകയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തിയതാണ്, മനുഷ്യ മാനവ, നീ നടക്കുന്നതും നീ പോകുന്ന വഴികളുമൊക്കെ നിനക്ക് അനുകൂലമായി സാക്ഷിപത്രമാകണോ. നീ നന്മയിലേക്ക് നടക്കണേ, പള്ളിയിലേക്ക് നടക്കുന്ന വഴി നിനക്ക് അനുകൂലമാണ്, നിനക്ക് അനുകൂലമാണ്, നാളെ ആഖിറത്തിൽ സാക്ഷിപത്രമാണ്. അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരു കാൽ വെക്കുമ്പോൾ തന്നെ പാപം പൊറുക്കും, അടുത്ത ചവിട്ടടിക്ക് സ്വർഗത്തിലേക്കുള്ള പദവി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സംസാരമില്ല നിന്നിലേ. ജനമോക്കയും വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തന്നെ പിന്നെയും. സ്വർഗം കിട്ടിയാ പിന്നെ വേറൊന്നും വേണ്ട. മാഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് സ്വർഗം നസീബാക്കട്ടെ. അപ്പൊ എന്ത് വേണം? പള്ളിയിലേക്ക് തന്നെ പരമാവധി കൃത്യമായി വീട്ടിൽ നിന്ന് എടുത്തിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ തന്നെയാണ് പള്ളിയിൽ വുളൂഇനുള്ള വെള്ളമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് യാത്രക്കാരായ ആളുകൾ അവർക്കൊക്കെ ഉപയോഗിക്കാനാ. ഇല്ലെങ്കിൽ വുളൂ ചെയ്ത് വന്നു, അപ്പൊ എന്തായി? വുളൂ മുറിഞ്ഞു പോയി എങ്കിൽ അവനൊന്ന് വുളൂ പുതുക്കാൻ വേണ്ടിയിട്ടാ. ഇത് നമ്മൾ പകുതി ആളുകളും എന്നല്ല 95% ആളുകളും വുളൂ എടുക്കലേ ഇല്ല. എപ്പോഴെടുക്കാം? പള്ളിയിൽ വന്നിട്ട് എന്താ എടുത്തൂടെ? എടുക്കാം. പക്ഷെ ആ വെള്ളത്തിനൊക്കെ കണക്കുണ്ട്. ഫത്ഹുൽ മഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. എല്ലാ കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. ശരിക്കും മനസ്സിലാക്കണേ. ഫിഖ്ഹാണ് പറയുന്നത്, കർമ്മശാസ്ത്രം. എല്ലാം വേണമല്ലോ, വാദാവുമ്പോ എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രതിപാദിച്ചു പോകണം. അതിനാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ, ഉപകാരപ്പെടും. അല്ലാഹു നാഫിയ ഇൽമ നൽകുമാറാവട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യലും. തടവുന്ന അവയവം തല തടവും, ചെവി തടവും, കൈ കഴുകും, മുഖം കഴുകും, കാല് കഴുകും. അപ്പൊ യുസല്ലു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. എല്ലാ കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ. അതിനേക്കാൾ കൂടുതൽ ഒരൊറ്റ പ്രാവശ്യം വെള്ളം ഉപയോഗിക്കൽ, അമിതമായി ഉപയോഗിക്കൽ കറാഹത്താണ്. എപ്പോ? സ്വന്തം വീട്ടിൽ നമ്മൾ കുഴിച്ചതാകുന്ന കിണറിൽ നിന്ന് മോട്ടോർ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? പൈപ്പ് മുഖേന, മോട്ടോർ മുഖേന വെള്ളം അടിച്ച് കയറ്റി അതിൽ നിന്ന് നമ്മൾ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ചതാകുന്ന വെള്ളമാണെങ്കിൽ അത് 4ാമത്തെ വട്ടം ഉപയോഗിക്കൽ തന്നെ കറാഹത്ത്. ശരിക്കും മനസ്സിലാക്കണം. മസ്അലയാണ് ഈ പറഞ്ഞത്. മാമിങ്ങൾ പറയുകയാണ്, ഇതൊന്നും കർമ്മശാസ്ത്ര പണ്ഡിതമാണ്, ശാഫി മദ്ഹബാണ് ഈ പറയുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. വഹറാമുൻ ഇദാ കാന മുസബ്ബല. 4ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്ന വെള്ളം പള്ളിയിലേതാകുന്ന വെള്ളമാണ്, പൊതു സ്വത്താണ് എങ്കിൽ 4ാമത്തെ ആ ഉപയോഗം അത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
എന്ന് പറഞ്ഞാൽ ഒളു എടുത്തത് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും. ഒളു എടുത്തത് നാലാമത്തെ വട്ടം ആവശ്യമില്ലാതാണ് എടുക്കുന്നത് എങ്കിൽ അതിലൂടെ നിനക്ക് ശിക്ഷ കിട്ടാൻ കാരണമായി തീരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി നമ്മൾ പള്ളിയിലേക്ക് പോകാം. നമ്മുടെ പള്ളിയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചെയ്യുന്നത്? ഇവിടെ തുറക്കുമ്പോൾ താഴേക്കൂടെ വെള്ളം വരികയാണ്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാറു എന്ന് ഖുർആനായത്ത് തോന്നുന്നു. താഴേക്കൂടെ വെള്ളം വരിക. മുകളിൽ തിരിച്ചാൽ മതി, താഴേക്കൂടെ വെള്ളം. അതാണ് പരിപാടി. എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. നമ്മുടെ പള്ളികളിലൊക്കെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ എന്താ ചെയ്യാ? ആളുകൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്യാം. അതുകൊണ്ട് എന്തായി? കാല് ഇരുന്നിട്ട് വിരലുകൾ ഇടകോർത്ത് കഴുകുന്ന പരിപാടി വിരലുകൾ ഇടകോർത്ത് കഴുകുക ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ആ പരിപാടി പോയി. അവയവങ്ങൾ തേച്ച് കഴുകുക സുന്നത്ത് പോയി. ചുക്കിച്ചുളുങ്ങിയ ഭാഗങ്ങൾ സൂക്ഷിച്ചു കഴുകുക ആ സുന്നത്തും പോയി. അത്ര സുന്നത്ത ഇപ്പൊ തന്നെ പോയത്. കരണ്ട് പോകുന്ന പോലെ സുന്നത്ത് പോവാൻ എല്ലാ സുന്നത്തുകളും ഇപ്പൊ എടുത്തെടുത്ത് അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അല്ലേ? സുന്നത്തുകൾ എടുത്തു കളഞ്ഞു. എന്താ സംഭവിച്ചു പോയത്? നമ്മുടെ ഉമ്മത്തിന് ഇരുന്ന് ഒതുവെടുക്കുമ്പോ എന്തായി? ഇരിക്കുമ്പോഴത്തേക്കും ഇടത് കൈകൊണ്ട് റാഹത്തായിട്ട് വിരലുകൾ ഇടകോർത്ത് കഴുകും. ഇന്നത് ചെയ്യുന്നില്ല. ഇന്ന് കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അപ്പൊ സൗകര്യങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കുക. ഇവിടെ തിരിക്കുമ്പോൾ താഴെ ഷവറിൽ നിന്ന് ചീറ്റുന്ന പോലെ താഴെ കൂടെ വെള്ളം വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. പരിപാലക സമിതികൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഗൗരവത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സൗകര്യങ്ങൾ ചെയ്തോളി, പക്ഷെ അതൊക്കെ ഇസ്ലാമിന് ഘടകവിരുദ്ധമായി പോകരുത്. ശ്രദ്ധിക്കണം. പിന്നെ പല പള്ളികളിലും തുടക്കത്തിൽ ആദ്യം കയറുന്ന സ്ഥലത്തായിരിക്കും ഈ പറഞ്ഞ സൗകര്യം അകത്ത് ഇരുന്ന് സൗകര്യം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് പ്രായമായ ആളുകൾക്കൊക്കെ ഒരു സൗകര്യം ചെയ്തതാണ്. ആയിക്കോട്ടെ. പക്ഷെ മൂത്രപ്പരയിൽ ചില മിക്ക പള്ളികളിലും ഇപ്പോൾ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മിക്ക പള്ളികളിലും കണ്ടുവരുന്നുണ്ട്. ആണുങ്ങൾക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്ന് നീട്ടിപ്പിടിച്ച് റാഹത്തായിട്ട് മൂത്രമൊഴിക്കാം. അതിന് പറ്റുന്ന സൗകര്യത്തിന് നല്ല റാഹത്തുള്ള മൂത്രപ്പര പണിത് വെക്കുക. ആലോചിച്ചു. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇവൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നവനായിരിക്കും. നീ ഈ സൗകര്യം ചെയ്തതിന്റെ പേര് അവനിപ്പോ എന്തായി? അവൻ ഈ നിന്ന് മൂത്രമൊഴിക്കാൻ മെനക്കെട്. അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താ? ഈ സാധനം നീട്ടിപ്പിടിച്ച് മൂത്രം ഒഴിക്കും. ഇത് തെറിച്ചിട്ട് ഇതിന്റേതാകുന്ന അംശം ചെയ്തൊക്കെ വസ്ത്രത്തിലോട്ട് ഇങ്ങോട്ട് റിട്ടേൺ വീഴാം. ഇതുമായിട്ടാണ് നേരെ വന്ന് ഖത്തീബിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അസ്സലാമു അലൈക്കും. അതോടെ ഏകദേശം തീരുമാനമായി. ഖത്തീബിന്റെ ഡ്രസ്സേലുമായി നാട്ടുകാരുടെ മുഴുവൻ നിസ്കാരവും പോവും. ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ്, ഈ കാണിച്ച ചെയ്തി കാരണമാണ്. അതുകൊണ്ട് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമുള്ള ബാത്റൂമുകളൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യരുത്. അവനവന് അതുപോലെ ആരോഗ്യസ്ഥിതി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തോളൂ. പൊതുവായിട്ടുള്ളതിൽ ചെയ്തു വെക്കരുത്. കാരണം ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരെ ഇത് കാണുമ്പോൾ ഇഷ്ടം വരിക. പിന്നെ അതിനോട് താല്പര്യവും. ഇന്ന് നിസ്സാരമാക്കാണല്ലോ ഈ മൂത്രമൊക്കെ. ഈ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു അനുഭവം, ഒരു ചെറിയ തുള്ളി നമ്മുടെ വസ്ത്രത്തിൽ ധരിച്ചാൽ തീർന്നു. കാരണം നിസ്കരിക്കുമ്പോ എന്തെല്ലാം ശുദ്ധിയാകണം. ശരീരം ശുദ്ധി വേണം, വസ്ത്രം ശുദ്ധി വേണം, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധി വേണം, അവിടെ വിരിച്ചിരിക്കുന്ന മുസല്ല ശുദ്ധി വേണം. ഒക്കെ ശുദ്ധിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നെജസ് വന്നാൽ പോയി. മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ സമയത്ത് പാൻസിന്റെ സിപ്പ് മാത്രം തുറന്നു മൂത്രം ഒഴിച്ചു. നിന്ന് മൂത്രം ഒഴിക്കുന്നവൻ എങ്ങനെയൊക്കെ ഇനി കാണിച്ചെന്ന് പറഞ്ഞാലും സിപ്പിട്ട് അടയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി എന്താവും അവന്റെ ആ വസ്ത്രത്തിലേക്ക് ഒരു തുള്ളി എത്തിയാൽ മതി. നിസ്കാരം പോയി. ഇനി തറാവീഹ് 20 അല്ല 300 റക്അത്ത് നിസ്കരിച്ചെന്ന് പറഞ്ഞാലും നിന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കും. കാരണം നിസ്കാരത്തിൽ എന്ത് നിബന്ധനയാണ്? ഷർത്തുപ്പെട്ടതാണ്, ശുദ്ധി നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു ഹദീസ് തന്നെ ഉണ്ടല്ലോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീന പള്ളിയുടെ ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടുപേരെ ഖബറിൽ ശിക്ഷിക്കുകയാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇന്നഹുമാ
ലയുഅദബാനി ഫീ ഖബരിഹിമാ രണ്ടാളുകൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കുകയാണ് സഹാബ ഖബറിൽ ശിക്ഷയാണ് ഖബറിൽ അദാബാണ് അദാബാണ് ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ ഭൂമിയുടെ പുറത്ത് നിന്നുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ സാധിച്ച പ്രവാചകർ ഉള്ളതുകൊണ്ടാണ് ആ ഖബറാളുകളുടെ അവസ്ഥ റസൂലുള്ള വിശദീകരിക്കുന്നത് സഹാബത്ത് ചോദിക്കുകയാണ് നബിയേ എന്താണ് കാര്യം റസൂലേ റസൂലേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഒന്നാമത്തെ ആള് മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുചീകരിക്കാറില്ല ധൃതി കാണിച്ചു പോകുന്നവനാണ് അവന്റെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് നജസ് പുരളുകയാണ് അതുമായി നടക്കുന്നവൻ അതുമായി നിസ്കരിക്കുന്നവൻ അവനാണ് ഈ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ടാമത്തെ ആളോ അവൻ നബീമത്തുമായി നടക്കുന്നവനാണ് എന്റെ പേരെയാണ് ഖബറിൽ ശിക്ഷിച്ചതായി ഞാൻ കാണുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഈ രീതിയിൽ സമുദായത്തെ ഉത്ബോധനപ്പെടുത്തിയെങ്കിൽ ഈ രണ്ട് വിഷയവും ഗൗരവമാണ് ഖബറിൽ പോയി സുഖമായിട്ട് കിടക്കാൻ പറ്റൂല അവിടെ പോലും സന്തോഷം കിട്ടൂല അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിച്ചാൽ നല്ല റാഹത്തായിട്ട് വൃത്തിയായിട്ട് കഴിക്കും ഒരു ധൃതിയും കാണിക്കണ്ട അതിനൊരു 2 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല അല്പം പ്രായമായവരൊക്കെ എന്താവും മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ മൂത്രനാളിയിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി ഒരല്പം ടൈം എടുക്കും അപ്പൊ ധൃതി പിടിച്ചുകൊണ്ട് പോരണ്ട അതിനാണ് ഇമാമിങ്ങൾ പറയുന്നത് 1-2 പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്ന മൂത്രനാളിയിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാൻ എന്ത് ചെയ്യണം ഇടതുഭാഗത്തേക്ക് ആസ്വദിച്ചിരിക്കുക മാത്രമല്ല തൊണ്ടയൊന്ന് അനക്കണം ഈ തൊണ്ടയനക്കലൂടെ അത് പുറത്തു പോകും ഇസ്തിബ്റാ എന്നാണ് ഇമാമികൾ അതിനെ പറയാം അല്ലെങ്കിൽ ചെറുതായിട്ട് എന്ത് ചെയ്യണം ശരീരത്തിലെ വസ്ത്രത്തിലൊന്നും പുരളാതെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 അടിയൊന്നും നടക്കണം മൂത്രപ്പുരയിൽ തന്നെ അപ്പൊ ആ അല്പം എന്താ ഉള്ളതാ കെട്ടിക്കിടക്കുന്നത് പ്രായമുള്ളവർക്കറിയാം പക്ഷെ പുതിയ തലമുറ മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മൾ ഈ തൊണ്ടയനക്കൽ ഇപ്പൊ ഇല്ല ഇതുള്ളത് ഇപ്പോഴാണ് തഹിയ്യാത്തിലാണ് ഇമാം ഒരല്പം വൈകി പോയ ഈ തൊണ്ടയനക്കൽ നമ്മൾ അങ്ങോട്ട് വെച്ചു ഈ തൊണ്ടയനക്കൽ എവിടെയാ വേണ്ടത് മൂത്രപ്പുര വേണ്ട തൊണ്ടയനക്കാണ് അത് നീ നിസ്കാരത്തിലെടുത്ത് അതാ ഞാൻ പറഞ്ഞത് അവിടെ നിസ്കാരത്തിൽ തൊണ്ടയനക്കാൻ പറഞ്ഞിട്ടുമില്ല നമുക്കറിയാത്ത മസലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫിറ്റ് ചെയ്തിരിക്കുക അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഇത് നിസ്സാര വിഷയമല്ല എന്നർത്ഥം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരല്പം പോലും നജസ് നമ്മുടെ ശരീരത്തിൽ പുരളാൻ പാടില്ല എപ്പോഴും ഒളു വേണം ഒളു ചെയ്യേണ്ടത് എപ്പോഴും വീട്ടിൽ നിന്ന് ഒളു എടുക്കണം അതിന്റെ വെള്ളം ഒരല്പം 1/3 കൂടി പോയാൽ തന്നെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെ കറാഹത്താണ് ഒളുവിന് വേണ്ടി എടുക്കുമ്പോഴാണ് പറയുന്നത് നിസ്കാരത്തിന് വേണ്ടി എടുത്തതാണ് പള്ളി വന്നെടുക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഇങ്ങനെ കാല് കഴുകാൻ വേണ്ടി പൈപ്പ് തുറന്നു വെച്ചിട്ട് എത്ര നേരമാണ് കാല് കഴുകുന്നത് 10 മിനിറ്റ് എടുക്കുക അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്താലും പൈപ്പ് ഓഫ് ചെയ്യൂല മുഖം കഴുകാൻ ഇങ്ങനെ കോരി അങ്ങ് ഒഴിക്കുക മാസവരി 500 രൂപ കൊടുക്കുക അല്ലെങ്കിൽ 50 രൂപ കൊടുക്കുന്നുണ്ടാവും ഈ മാസവരിയുടെ കണക്ക് പറഞ്ഞിട്ട് ഈ വെള്ളം മുഴുവൻ കോരി തീർക്കുക നീ 500 അല്ല 50,000 കൊടുത്തെന്ന് പറഞ്ഞാലും 3-ൽ നിന്ന് 4-ാമത്തെ വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ് പൊതു സ്വത്തിൽ നിന്ന് വളരെ ശ്രദ്ധിക്കണം ഇത് പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി പറഞ്ഞ വിഷയമാണ് ഈ ഉമ്മത്ത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് റമദാനൊക്കെ വരിക ചൂട് കാലാണ് കുറച്ചും കൂടി തണുത്തോട്ടെ എന്ന് കരുതിയിട്ട് വെള്ളം ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത് സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്ത് വരുന്നവനാണ് കൂലി കൂടുതൽ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ് നീ ശ്രദ്ധിക്കാൻ വേണ്ടി نبينا رسول الله صلى الله عليه وسلم لما مر بسعد وهو يتوضأ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വളൂ ചെയ്തുകൊണ്ട് ഒരു നദിയുടെ തീരത്തിരുന്നുകൊണ്ട് വളൂ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിലൂടെ നടന്നു പോവുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ മസ്റഫു യാ സഅദ് മസ്റഫു യാ സഅദ് എത്ര വലിയ ദൂർത്താണ് സഅദ് നീ നടത്തുന്നത് ഇത് വലിയ ദൂർത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി
സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്, വുളൂ ചെയ്യുകയാണ് നബിയേ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വുളൂയുടെ വെള്ളത്തിൽ ഇസ്റാഫുണ്ടോ, തോർത്തുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം സഅദ്, ഉണ്ട് സഅദേ, സഅദേ, വഇൻ കുൻത അലാ നഹരി ജാരിൻ, അതിശക്തമായി നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിൽ നിന്നുകൊണ്ട് നീ വുളൂ എടുക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒരല്പം പോലും വെള്ളം മൂന്നിൽ നിന്ന് കൂടുതലായി എടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നദിയുടെ തീരത്തിരുന്ന് വുളൂ എടുക്കുക, നല്ല നിറഞ്ഞ കവിഞ്ഞു വരുന്നതാകുന്ന ജലാശയം, സമുദ്രം, അതിന്റെ അറ്റത്തിരുന്ന് നീ വുളൂ എടുത്താൽ പോലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നാലാമത്തെ വട്ടം നീ എടുക്കരുത്, അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ ഉമ്മത്ത് പഠിക്കേണ്ടതാണ്. അര ബക്കറ്റ് വെള്ളം ഒരു സാ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു, ഹദീസിൽ കാണാം. എത്രയാ? അര ബക്കറ്റ് വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നത്. കുളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നബി കുളിക്കുന്നതൊക്കെ എപ്പോഴും അങ്ങനെയാണെന്ന് അർത്ഥം. അര ബക്കറ്റ് വെള്ളം നമ്മളെ കൊണ്ട് പറ്റുമോ? പൈപ്പിലൊന്ന് പിടിക്കണം അര ബക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാ? നാളെ മുതൽ ഒന്ന് കുളിച്ചു നോക്കുക. അത് നടക്കില്ല ഉസ്താദേ, ശരീരത്തിലൊന്നും വെള്ളം എത്തൂല. അതൊക്കെ എത്താനുള്ള വകുപ്പ് എന്താന്ന് പറഞ്ഞാല് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നീ കുളിച്ചോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ പൈപ്പിലെ വെള്ളവും തീർന്നു, എനക്ക് ഇറങ്ങാനും വരാനും അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷമാണെങ്കിൽ ഈ അര ബക്കറ്റല്ല 1/4 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നടക്കും. നല്ല റാഹത്തായിട്ട് എല്ലാ കാര്യം നടക്കും. ഇത് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ കടക്കുക. അതുകൊണ്ടാണ് ഈ പൈപ്പ് ഇങ്ങനെ തുറന്നു വെക്കുന്നത്. എപ്പോഴും വെള്ളം ഉപയോഗിക്കുമ്പോൾ പൈപ്പ് ബക്കറ്റിൽ പിടിച്ചിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ തന്നെ ശരിക്കും നല്ലത്. കാരണം അതിനൊരു അളവുണ്ടാവും, കറക്റ്റ് ഉണ്ടാവും. ഷവറൊക്കെ ആവുമ്പോൾ എന്താവും, ഇഷ്ടംപോലെ വെള്ളം കൂടുതൽ ഉപയോഗിക്കാം. ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ലിറ്റർ കണക്കിന് വെള്ളം പുറത്തു പോകും. ഓരോ മിനിറ്റിലും ലിറ്റർ കണക്കിന് വെള്ളം നിറപ്പിക്കൊണ്ടിരിക്കും. ഉപയോഗം കൂടുക. പരമാവധി എപ്പോഴത്തെ നല്ലത് പൈപ്പ് തുറന്നു വെച്ചാൽ പഴയ രീതിയാണ് എപ്പോഴും നല്ലത്. പൈപ്പ് തുറന്നു വെക്കുക, ബക്കറ്റിൽ വെള്ളം പിടിക്കുക, അതുകൊണ്ട് കുളിക്കുക. കറക്റ്റാണ്. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ റാഹത്തായിട്ട് കുളിക്കാൻ പറ്റും. കുളി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അത് നല്ല റാഹത്തായിട്ട് നല്ല രീതിയിൽ നോക്കി ഉപയോഗിക്കണമെന്ന് അർത്ഥം. ഇനിയുള്ള കാലം വെള്ളത്തിന് വേണ്ടി യുദ്ധം നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. എത്ര ആളുകൾ വെള്ളം കിട്ടാതെ ഒരു നേരത്തേതാകുന്ന കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയ എത്രയോ സാധുക്കളായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന തൗഫീഖ് വളരെ വലുതാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ വളരെ ഹിസാബുണ്ടാകും, ആഖിറത്തിലുണ്ടാകും. അതുകൊണ്ട് അതിനൊക്കെ ഒരു കണക്ക് വെക്ക്. ഓവറായിട്ട് ഉപയോഗിക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റൊന്നും ഒരു സദഖ ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാവരും ഒരു സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സഫ്വാനൊക്കെ എത്തിയിട്ടുണ്ട്. അതാ പിന്നെ പിരിച്ചേക്കാൻ ഹാജിയാർ വന്നു കഴിഞ്ഞാൽ പിരിക്കണം. മിത്തബയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله. ركعة അല്ലാഹുവേ ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബാദത്തുകളെ കബൂലാക്കണേ അല്ലാഹ്.
പോരായ്മകളെ പരിഹരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാഹ്. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ നിസ്കാരം കറക്റ്റ് ആക്കിയിട്ടാണ് റജബ് മാസത്തെ നാം ഗൗനിക്കണം. നിസ്കാരം കറക്റ്റ് ആയിരിക്കണം. നമ്മുടെയൊക്കെ നിസ്കാരം കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കും. തഹജ്ജുദ് നമസ്കാരം എത്ര പേര് ഇപ്പോൾ പതിവാക്കുന്നുണ്ട്? ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേര് പതിവാക്കാത്തവര് വെറുതെ കള്ളം പറഞ്ഞ് കൈയുയർത്തണ്ട. വെറുതെ ആഖിറത്തിൽ അടങ്ങിയവരുണ്ടാവും. ഡെയിലി കറക്റ്റായി നിസ്കരിച്ചു പോരുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഒരു 3-4 പേരുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും അല്ലാഹു കബൂലാക്കട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മളെല്ലാവരും രാവിലെ സുബഹിക്ക് മുമ്പ് നല്ല റാഹത്തായി അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ചിരുന്ന ആളുകൾ എത്ര പേരുണ്ട്? അന്ന് നിസ്കരിച്ചു എത്ര പേരുണ്ട്? നിസ്കരിച്ച ആളുകൾ മുമ്പ് മനസ്സിലായില്ല. നോമ്പ് പിടിക്കാൻ വേണ്ടി രാവിലെ എന്ത് ചെയ്യും? അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമല്ലോ. കഴിച്ചതിന് ശേഷം ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എത്ര പേരുണ്ട്? കൈയുയർത്തി. കഴിഞ്ഞ റമദാൻ എത്ര പേരുണ്ട്? ബാക്കിയുള്ളവർ അപ്പോഴും നിസ്കരിച്ചിട്ടില്ലേ? അത്താഴം കഴിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റിട്ട് വരത്തില്ലേ? ആ സമയത്ത് നിസ്കരിച്ച എത്ര പേരുണ്ട്? തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ കൈയുയർത്തി. ഇനി അതല്ല വേറെ വല്ലാണോ പറയുന്നത് അറിയാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. കൈയുയർത്താൻ മടിയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഇനി വേറെ വല്ലതും പറയാനാണോ പേടിച്ചിട്ട് ആ നിസ്കരിന്ന് പറഞ്ഞ കൈയുയർത്തിയവർക്കൊക്കെ അല്ലാഹു പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ റമദാനിൽ തുടങ്ങിയ മിക്ക നന്മകളും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഈ റമദാനിൽ മുമ്പ് വരെ ഏതൊക്കെയാ തുടർത്തിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആകെ ഉള്ളത് സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങാൻ. ബാക്കിയൊക്കെ എടുത്തു പോയി. എല്ലാ നന്മകളും പോയി. തഹജ്ജുദില്ല, ദുഹാ നമസ്കാരം ഇല്ല, വിത്ർ നിസ്കാരം ഇല്ല. വിത്ർ 3 റക്അത്ത് നിസ്കരിച്ചു റമദാനിൽ തറാവീഹിനോടൊപ്പം. അതുണ്ടോ? അതില്ല, അതെടുത്തു പോയി. ദുഹാ നിസ്കരിച്ചിരുന്നു 2 റക്അത്ത് റമദാനിൽ, അതും പോയി. തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് അതും പോയിട്ടുണ്ട്. ഒരു നന്മയും നമ്മളിലില്ല. ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ്. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഇപ്പോഴേ തുടങ്ങണം. എങ്കിലേ റമദാൻ നമുക്ക് അനുകൂലമാവുള്ളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞുവല്ലോ, സല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രിയിലുള്ള തഹജ്ജുദ് പതിവാക്കണേ. ജനങ്ങൾ മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന ഏതൊരു സഹോദരനോടോ സഹോദരിയോടോ തദ്ഖുലുൽ ജന്നത ബിസലാം, റാഹത്തായി സന്തോഷത്തോടുകൂടി സുരക്ഷിതമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതെല്ലാം മുസ്ലിം സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ പരിശുദ്ധമായ നമസ്കാരത്തെ ഗൗനിക്കുന്നവരുണ്ടോ, ഒരു ദിവസം പോലും മുടങ്ങാതെ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ ആഖിറം രക്ഷയാണ്. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഫി
إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا صدق المرسلون إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم جميع لدينا സൂറത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊതോട് കടന്നു വരുമ്പോൾ ഭൂമി പിളർന്നുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തേക്ക് പുറത്തുള്ളപ്പെടുകയാണ്. അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, അതിലിതാ ബന്ധുവാടിലുള്ളതാകുന്ന സഹോദരങ്ങളുണ്ട്, മുത്തബയിലുള്ള സഹോദരങ്ങളുണ്ട്, പുത്തൂരിലുള്ളവരുണ്ട്, മംഗലാപുരത്തുള്ള സഹോദരങ്ങളുണ്ട്, കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. എല്ലാവരും ഖബറ് പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അവരിതാ ചോദിക്കുകയാണ് ആലോ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഖബറ് പിളർന്ന് പുറത്തേക്ക് വരുന്ന മനുഷ്യനെ ചോദിക്കുകയാണ് ആരാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? നിദ്രയിലായിരുന്ന ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന വ്യക്തമായ മറുപടി നൽകുകയാണ്. وصدق المرسلون. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബ് വാഗ്ദാനം ചെയ്തതാകുന്ന ദിനമാണ് ഈ ദിനം. നന്മകൾ ചെയ്തവരെ, തിന്മകൾ അനുഷ്ഠിച്ചവരെ, നിങ്ങളുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ദിനമെന്ന് അവർക്ക് അറിയിപ്പ് നൽകുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 1,24,000 അമ്പിയാ മുർസലീങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവരെല്ലാവരും പറഞ്ഞതായ ദിനമാണ്. അവരെല്ലാവരും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ ഒരു ദിവസത്തെ കുറിച്ചാണ്. وصدق المرسلون إن كانت إلا صيحة واحدة. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറത്ത് കാഹളത്തിലൂടെ മൂന്നാമത്തെ അട്ടഹാസമാണ്. ആ ഒരൊറ്റ ഒച്ചപ്പാടിലൂടെ ജനങ്ങൾ മുഴുവനും വന്നുകൊണ്ട് മഹ്ശറിൽ ചോദിക്കുന്ന രംഗമാണ്. ഫൈദാ ഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. യാസീനിലൂടെ അല്ലാഹു ആ സംഭവം ലോകരെ പഠിപ്പിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പടച്ചറബിന്റെ മുന്നിൽ വിറങ്ങലിച്ചുകൊണ്ട് മുട്ടിൽ കെട്ടിയ നിലയിലായി അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നമ്മുടെ ശിരസ്കരായി നിലകൊള്ളുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ തന്നെ ലോകരെ പഠിപ്പിച്ചുവല്ലോ. നബിയേ അന്ന് തങ്ങൾ ജനങ്ങളെ കാണുകയാണ് എങ്കിൽ ഫതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, മുട്ടിൽ കെട്ടിയ നിലയിലായി വിറങ്ങലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ ജനങ്ങൾ വന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന നബിയെ തങ്ങൾക്ക് കാണാൻ സാധിക്കമേ എന്ന് വിശുദ്ധമായ ഖുർആൻ
ഈ നിലയിൽ ജനങ്ങളെല്ലാം മഹ്ശറിലേക്ക് എത്തുകയാണ്. യൗമ യഖൂമു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു അർ-റഹ്മാൻ വഖാല സവാബാ. അല്ലാഹുവിന്റെ സൈന്യമാകുന്ന മലായികത്തുകൾ ഇതാ കടന്നു വരുകയാണ്. ആ സൈന്യത്തിന്റെ എണ്ണം നമുക്ക് തന്നെ അറിയുകയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അല്ലാഹുവിന്റെ സൈന്യമാകുന്ന മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ ലോകത്തൊരു സൃഷ്ടിക്കും അറിയില്ല. സൃഷ്ടാവായ ഖാലിഖായ റബ്ബിനെ മാത്രമാണ് അവർ വണങ്ങുക. കോടി മലക്കുകളോട് അല്ലാഹുവിന്റെ മുന്നിൽ മഹ്ശറിലേക്ക് വന്നുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ സുന്നത്തിൽ സഫ് സഫായി അണിനിരക്കുകയാണ്. അല്ലാഹ് 1,24,000 മുർസലീങ്ങളുടെ പിന്നിലായി അതത് സമുദായക്കാർ കോടി ജനങ്ങൾ മുഴുവനും വരുകയാണ്. ഇന്നുള്ള നിരീശ്വരവാദികൾ മാത്രമല്ല, യുക്തിവാദികൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അവിശ്വാസികൾ മാത്രമല്ല, ലിബറലിസത്തിന്റെ വക്താക്കൾ മാത്രമല്ല, ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, എല്ലാ ജനതയും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുകയാണ്. ഒരാൾ പോലും ഒഴിയാത്ത തലമല്ലേ മഹ്ശറ, ഒരാൾ പോലും ഒഴിയാത്ത തലമല്ലേ മഹ്ശറ. എല്ലാവരും പടച്ച റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് പേടിച്ചരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു. അല്ലാഹു മലക്കിനോട് പറയുകയാണ്, വിളിക്കടാ വിളിക്കടാ എന്റെ അടിമകളെ വിളിക്കടാ. ഫയുനാദാ മുനാദി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മലക്കിതാ വിളിച്ച് ചോദിക്കുകയാണ്, അയ്നല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. രാത്രി ഉറങ്ങാതെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്തുകൊണ്ട് കിബില നിർണയിച്ച് പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് പതിവാക്കിയിട്ടുള്ള ഏത് മുസ്ലിമാണ്, ഏത് മുസ്ലിമത്താണ്, പണ്ടുവാളിലുള്ള ഏതൊരു സഹോദരനാണ്, സഹോദരിയാ, ഈ സദസ്സിലുള്ളത് കടന്നു വരാൻ മലക്കുകൾ ഇതാ വിളിക്കുകയാണ്. നമ്മൾ കൂടിയതുപോലെ 4-5 പേര് കൂടിയിട്ടുള്ള മജ്‌ലിസല്ല, ആയിരങ്ങൾ ഒരുമിച്ചിട്ടുള്ള മജ്‌ലിസല്ല, കോടാനുകോടി ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നതായ മഹ്ശറയിൽ അല്ലാഹു മലക്ക് മുഖേന വിളിച്ചു ചോദിക്കുകയാണ്, അയ്നല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. രാത്രി ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചതായ ഏതൊരു മുസ്ലിമത്തുണ്ട് അല്ലാഹു മലക്ക് മുഖേന ചോദിക്കുന്നു. ചില കൈകൾ ഉയരുകയാണ്. അല്ലാഹുവേ, പാപികളും ദോഷികളുമായ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹു മലക്കുകളെ അവരെ ജനങ്ങൾക്കിടയിൽ മാറ്റി നിർത്തുകയാണ്. അവരെ മാറ്റി നിർത്തിയത് അവരോടായി അല്ലാഹു പറയുമത്രേ, ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ വാതായനങ്ങൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. കടക്കണേ കടക്കണേ, നിങ്ങൾക്ക് വിചാരണയില്ല, വിചാരണയില്ല, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന വിഭാഗമാണ് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം ഖതീബ് ഉസ്താദ് ഓതുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരത്തിൽ പരിശുദ്ധമായ സൂറത്ത് ഓതുമ്പോൾ
ثم إن علينا حسابهم അവരുടെ ഹിസാബ് നമ്മുടെ മേലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി എന്നെ വിചാരണ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ് ദുആ ചെയ്യുന്ന സഹോദരനില്ലയോ സഹോദരിമാരില്ലയോ സ്വന്തമായി പ്രാർത്ഥിക്കുന്നതായ മുഅ്മിനത്തുകളില്ലയോ ഉമ്മമാരില്ലയോ ഈ ദുആ അർത്ഥവത്താകണമെങ്കിൽ ഈ ദുആ നിന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ തഹജ്ജുദ് പതിവാക്കിക്കോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അവസരം കിട്ടുന്നവരാണ് അവരെന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം രാത്രി നിസ്കരിക്കണേ ജനങ്ങൾ മുഴുവനും ഉറക്കിലാണ് നിങ്ങൾ ഉറക്കം വിളിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അത് കാരണമായി തീരുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റും ആർക്ക് തഹജ്ജുദ് പതിവാക്കുന്നവർ വേണം നാളത്തെ മഹ്ശറയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടും വിചാരണ ഹദീസിലുണ്ട് ആരെങ്കിലും വിചാരണക്കാരെത്താൻ അവൻ ഉറപ്പായും ശിക്ഷിക്കപ്പെടും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ അവിടെ എത്തുമ്പോഴേ തന്നെ ഇവരെ വിളിക്കും നിങ്ങൾ നിൽക്കണ്ട ഇവിടെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച ആളല്ലേ നിങ്ങൾ വേഗം കയറിക്കോ സ്വർഗ്ഗത്തിലോട്ട് പോയിക്കോ വേഗം പോയിക്കോ മഹ്ശറയിൽ അവർക്ക് ഹിസാബില്ല വേഗം സ്വർഗ്ഗത്തിലേക്ക് മാഷാ അല്ലാഹ് കാരണം എന്താ രാത്രി ഉറക്കം ഒഴിച്ച് ഇബാദത്തെടുത്ത ആളുകളാണ് ഫുള്ളായിട്ട് വേണ്ട രാത്രി കുറഞ്ഞ സമയം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചോ ഇപ്പൊ സുബഹിയുടെ ഭാഗ്യം എത്ര മണിക്കാണ് സുബഹിയുടെ ഭാഗ്യം എത്ര മണിക്കാണ് ബാങ്കുവിളി കേൾക്കുന്നില്ല ഉറങ്ങിപ്പോ എത്ര മണിക്കാ 8 മണി അത് അലാറം വെച്ച് എത്ര മണിക്കാ പറഞ്ഞോളൂ ഒരാൾ 5 മണിക്ക് 5:30 ആരും ഇല്ല ഇവിടെ 5:35 അല്ലേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അപ്പൊ 5:35 അപ്പൊ ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ തഹജ്ജുദ് ഇപ്പൊ കിട്ടും നല്ല റാഹത്ത് 5 മണിക്ക് അലാറം വെച്ചാൽ ഇപ്പൊ തുടങ്ങണം റമദാനിൽ തുടങ്ങിയ അമലായിരുന്നു അത് മുടങ്ങിപ്പോയി ഇപ്പൊ ആകെ നമുക്കുള്ളത് റമദാനിൽ തുടങ്ങിയ അമലിൽ ആകെ മിച്ചമുള്ളത് സുബഹി കഴിഞ്ഞിട്ട് എല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങാൻ വേറെ ഒന്നും ഇപ്പൊ ഇല്ല അതോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശമാണ് സുബഹി കഴിഞ്ഞിട്ടുള്ള ഉറക്കം അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആമീൻ പറയും അപ്പൊ മുടങ്ങാതെ നമ്മൾ കൊണ്ടുവരണം തഹജ്ജുദ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ റമദാനിലാകട്ടെ അല്ലാതാകട്ടെ കുറച്ചു നേരം ഖുർആൻ ഓതാം കുറച്ചു നേരം ഒരു യാസീൻ തന്നെ ഓതിക്കും നല്ല ബർക്കത്ത് كان النبي صلى الله عليه وسلم يقرأ سورة ياسين صباحا ومساء എല്ലാ ദിവസവും പ്രഭാതത്തിനും പ്രദോഷത്തിനും യാസീൻ സൂറത്ത് നബി തന്നെ ഓതിയിരുന്നു അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എല്ലാ ദിവസവും ഓതിയിരുന്നു അപ്പോൾ ഒരു യാസീൻ ഓതിക്കവിടെ ഇരുന്നു അല്ലാഹു തൗഫീഖ് നൽകട്ടെ യാസീൻ ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണല്ലോ ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീൻ സൂറത്താണ് നബിയോനാ റസൂലുള്ളാഹി അപ്പോൾ യാസീൻ മുടങ്ങാതെ ഓതാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അത്രല്ല ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതിയില്ലേ എന്താ യാസീന്റെ ഗുണം സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതുന്നു യാസീൻ കൊണ്ട് അത് നിറവേറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ഏത് നിയ്യത്ത് വെച്ച് ഓതിയാലും ആ നിയ്യത്ത് ഹാസിലാകും. യാസീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് യാസീൻ എല്ലാ സ്ഥലത്തും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഒരു യാത്ര പോവാണ്, ഒരു യാസീനോ, ഒരു മരണം നടന്നു, യാസീനോ. കാരണം എന്താ? അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കാന്നുള്ള നിയ്യത്തിൽ കൊടുക്കാൻ സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു ഹദീസാണ്. ശരിക്കും മനസ്സിലാക്കണം. എന്തിനു വേണ്ടി ഓതിയോ അത് ഹാസിലാവും. നബി തങ്ങൾ ഇതേപോലെ പറഞ്ഞത് മറ്റൊരു വസ്തു മാത്രമേ ഉള്ളൂ. ഏതാണത്? സംസം വെള്ളം. മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് കുടിച്ചോ സംസം വെള്ളം കൊണ്ട് ഹാസിലാവും. പരീക്ഷയ്ക്ക് രാവിലെ പോവാ, നിയ്യത്ത് വെച്ചിട്ട് സംസം വെള്ളം കുടിച്ചോ നല്ല ഓർമ്മ ശക്തി കിട്ടുക, പരീക്ഷയ്ക്ക് നല്ല റാഹത്തായിട്ട് വിജയിക്കണം. സംസം വെള്ളമൊക്കെ വീട്ടിലുള്ള ആളുകൾ അല്ല ഒരു യാസീൻ ഓതിയിട്ട് ഈ യാസീനെ ബർക്കത്ത് കൊണ്ട് നല്ല റാഹത്തായി ഓർമ്മ ശക്തിയോടുകൂടി പരീക്ഷ എഴുതാൻ എനിക്ക് തൗഫീഖ് തരണേ നിയ്യത്ത് വെച്ചാൽ അത് ഹാസിലാകും, ഉറപ്പാണ്. കാരണം ഇത് പഠിപ്പിച്ചതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രണ്ട് വസ്തുക്കളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സംസമാണ്, മറ്റൊന്നേതാ? സൂറത്ത് യാസീൻ. അവർ രാവിലെ ഒരു യാസീനെ ഓതിക്കും, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആഖിരീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവർക്ക് അല്ലാഹു സ്വർഗീയമാകുന്ന അരുവികളെ സമ്മാനിക്കുമേ, സ്വർഗ്ഗം അല്ലാഹു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വർഗം കിട്ടാൻ കാരണമായി തീരും എന്ത്? അത്താഴ സമയത്തിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എത്രണ്ണം ചെല്ലണം? ഏറ്റവും ചുരുങ്ങിയത് ഒരു 100. എന്താ 100? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു മിഅത മറ. പാപമില്ലാത്ത പാപസുരക്ഷിതത്വം കിട്ടിയ പ്രവാചകർ 100 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിയിരുന്നു ഇസ്തിഗ്ഫാർ എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ. ഒറ്റ ദിവസം മുടങ്ങിയിട്ടില്ല നബി തങ്ങൾ. എത്ര വട്ടം ചൊല്ലും? 100. ആരാ ഇത് ചെല്ലുന്നത്? പാപസുരക്ഷിതത്വം കിട്ടിയ നബിയാണ്. അപ്പോൾ മനസ്സിലാക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിയാൽ പാപസുരക്ഷിതത്വം മാത്രമല്ല, വേറെ എന്തൊക്കെയോ കിട്ടും. ശരിക്കും മനസ്സിലാക്കണം, പോയിന്റ് മനസ്സിലാക്കണം. കാരണം പാപം പൂർണ്ണമായി പുറത്തു കൊടുത്ത വ്യക്തിയാണ് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എല്ലാ ദിവസവും എത്രണ്ണം ചെല്ലും? 100 ചെല്ലും. ഹദീസ് കാന എന്നാ പറഞ്ഞത്. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് ഇമാമികൾ പറയുന്നു. വിധാന ശാസ്ത്രത്തിൽ കാണാം. നിത്യമായി ചെയ്യുന്ന ഒരു അമലിനാണ് കാന എന്ന പദം പ്രയോഗിക്കുക. നബി തങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി ചെയ്തിരുന്ന ഒരു അമലാണ് 100 വട്ടം ഇസ്തിഗ്ഫാർ. നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാനേ പാടില്ല. അപ്പൊ രാവിലെ തന്നെ ഒരു 100 ഇസ്തിഗ്ഫാർ. നബി തങ്ങൾ പാപസുരക്ഷിതത്വം കിട്ടിയ നബിയാണ്. നബി മാത്രമല്ല, എല്ലാ അമ്പിയാക്കളും എല്ലാ സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് പാപസുരക്ഷിതത്വം കിട്ടിയ നിലയ്ക്ക് നബി തങ്ങൾ 100 ചെല്ലണമെങ്കിൽ ഇതുകൊണ്ടുള്ള ലക്ഷ്യം പാപം പൊറുക്കൽ മാത്രമല്ല, വേറെയും ഗുണങ്ങളുണ്ട്. എന്താ ഒരു ഗുണം നബി തങ്ങൾ പറയാം. ഹദീസ് ശ്രദ്ധിച്ചോ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചെല്ലാൻ പ്രചോദനം തരികയാണ് ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ ويرزقه من حيث لا يحتسب. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റിനെ അധികമാക്കിയാൽ, അതിനെ മുറുകെ പിടിച്ചാൽ, മുടങ്ങാതെ കൃത്യമായി കൊണ്ടുവന്നാൽ അവന്റെ എല്ലാ മനക്ലേശങ്ങളും മനപ്രയാസങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമേ. ടെൻഷനില്ലാത്ത ജീവിതം അല്ലാഹു നൽകുകയാണ്. അവൻ വിചാരിക്കാത്ത പാപത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകുമെന്നും നബിയുനാ റസൂലുള്ളാഹി
വിചാരിക്കാത്ത ഭാവത്തിലൂടെ അല്ലാഹു റിസ്ഖ് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണം ഈ വാക്യം. നമ്മൾ ചില ആളുകൾ വീട് പണി തുടങ്ങും. വീട് കല്ലിട്ടിട്ടുള്ള കല്ലിട്ട് അല്ലെങ്കിൽ ഉസ്താദുമാരെ കൊണ്ടുവന്ന് കല്ലൊക്കെ ഇടിയിച്ച് പോയി. പല ആളുകൾ പറയാറുണ്ട് മാഷാ അല്ലാഹ് ഒരു കൊല്ലം കൊണ്ട് പണി ഫുള്ള് കഴിഞ്ഞു. എങ്ങനെയാ തീർന്നതെന്ന് എനിക്കറിയാൻ എങ്ങനെയാണ് എന്റെ കാര്യം നടന്നത് എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു. എവിടുന്ന് എളുപ്പമാക്കിയത്? ഇവൻ ചിലപ്പോൾ ആകെ പതിവാക്കിയത് ഈ അസ്തഗ്ഫിറുല്ലാഹ് ഓർമ്മയായിരിക്കും. അതിന്റെ നേട്ടമാണ്. അല്ലാഹ് പറയുന്നു അവൻ വിചാരിക്കാത്ത ഭാവത്തിലൂടെ റിസ്ഖ് അല്ലാഹു നൽകും. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, വിഭവങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടും. നിനക്ക് വേണ്ട ജോലി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് റിസ്ഖ് എന്ന് പറയുന്നത്. നീ അറിയാത്ത ഭാവത്തിലൂടെ അല്ലാഹു അതൊക്കെ അടുപ്പിച്ചു തരും. എന്ത് ചെല്ലണം? ഡെയിലി അസ്തഗ്ഫിറുല്ലാഹ്. ഇന്ന് സുന്നികളായ നമ്മെ സംബന്ധിച്ച് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ പഴയകാല നന്മകളെ, ദിക്റുകളെ, ഔറാദുകളൊക്കെ എടുത്തു കളഞ്ഞു. അന്നിപ്പോ നമുക്ക് താല്പര്യമില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ചിലരുടെ മുഖം ചുളിക്കുന്നുണ്ടാവും. വലിയ കാര്യം. നമുക്ക് പുതിയ ദിക്റുകളാണ് ഇഷ്ടം, പുതിയ ദുആകളാണ് ഇഷ്ടം. നമുക്ക് അർത്ഥമറിയാത്ത നല്ല കടുകട്ടിയുള്ള സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഭയങ്കര സംഭവം. അങ്ങനെയാണല്ലോ പള്ളിയിലെ ഖതീബ് ദുആരക്ക റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. നമുക്ക് വലിയ വിഷമമായിരിക്കും ഈ ഖതീബൊന്നും ഗുണമില്ല, പഴയ ദുആ. അപ്പൊ വേറൊരു നിസ്കാരപ്പള്ളി പോയി. അവിടെയോ യാ ഹബീബ തവ്വാബീന തുബ അലൈനാ വയാ അമാനൽ ഖായിഫീന ആമിന്നാ വയാ ദലീലൽ മുതഹയ്യിരീന കുല്ലനാ വയാ റഹീമൽ ആസീന വൽ മസാകീന ഇർഹംനാ വയാ ഗിയാഫൽ മുസ്തഗീഫീന അഗ്ഫിനാ ويا رجاء المنقطعين لا تقطع رجاءنا فيك يا الله. ഈ ദുആ അങ്ങോട്ട് കേട്ടപ്പോഴും സൂപ്പർ. ഈ ഖതീബിന്റെ പേരും ഫോൺ നമ്പറും തന്നാൽ നമ്മുടെ പള്ളിയിലേക്ക് മാറ്റായിരുന്നു. നമ്മുടെ പള്ളിയിലെ പഴയ സാധനമാണ്. ഇതാണ് നമ്മുടെ സുന്നികളായ നമ്മുടെ ഹൃദയത്തിൽ പോലും നല്ല ഇത്തരത്തിലുള്ള ദുആകൾ പോലും നമ്മൾ അർത്ഥമറിയുന്നില്ല, അതിനൊക്കെ അവഗണിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ സുന്നി പോലും എഴുന്നേൽക്കുന്നത്. കാരണം ഇതിന്റെ മഹത്വം വളരെ മഹത്വമാണ്. ഇവർ അറിയുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. من قال سبحان الله وبحمده في كل يوم 100 مرة غفر له سيدنا رسول الله. ആരെങ്കിലും 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം ചൊല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് സുബ്ഹാനല്ലാഹിക്ക് വിലയില്ല, അൽഹംദുലില്ലാഹിക്ക് വിലയില്ല, അല്ലാഹു അക്ബറിന് വിലയില്ല. സഹാബത്ത് ചോദിച്ചല്ലോ ഒരു സുബ്ഹാനല്ലാഹിയുടെ മഹത്വം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു തംലഉ ബൈന സമാവാതി വൽ അർളീൻ. 7 ആകാശം മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കും അതിന്റെ പ്രതിഫലം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് സുബ്ഹാനല്ലാഹിക്ക് വിലയില്ല. അതാ ഞാൻ പറഞ്ഞു നമ്മുടെ സുന്നികൾ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്ക്ക് വലിയ വിലയുണ്ട്, മനസ്സിലായിക്കോ. നിസാരപ്പെട്ട ദിക്റല്ല. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതല്ലയോ നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തുതരും. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ തെറ്റുകൾ ചെയ്ത മനുഷ്യനല്ലയോ, കള്ളു കുടിച്ചവനല്ലേ, വിചരിച്ചവനല്ലേ, സിനിമ കണ്ടവനല്ലേ, സീരിയൽ ദർശിച്ചവനല്ലേ, എംഡിഎംഎയും എൽ എസ് ഡി അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവനല്ലയോ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോയവരല്ലേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം
വഅതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നതാണ്.